കേരളത്തിൽ പാമ്പ് കടിച്ച് മരണപ്പെടുന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളുടെ വീട്ടിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാമ്പാണ് ഈ കുട്ടികളെ കടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഈ ചൂട് കൂടിയതുകൊണ്ടാണ്. കാരണം പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോൾഡ് ബ്ലഡഡ് ആനിമലാണ്. എപ്പോഴും തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ജീവി. അതെപ്പോഴും തണുപ്പുള്ള സ്ഥലത്തോട്ട് പോകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെരുപ്പിൻ്റെ ഇടയിലും അതുപോലെ ഷൂസിൻ്റെ അകത്തും വീട്ടിൻ്റെ അകത്തുമൊക്കെ ഇത് കയറാനായിട്ട് ശ്രമിക്കും. ഈ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യം, 2 കുട്ടികളാണ് തലേണയുടെ അടിയിൽ ഒരു പാമ്പുണ്ടായിരുന്നു കടിച്ച് ഹോസ്പിറ്റലിലെത്തുകയും അതിനകത്ത് ഒരു കുട്ടി മരണപ്പെടുകയും ഒരു കുട്ടി വളരെ ക്രിട്ടിക്കലായിട്ട് ICUവിൽ അഡ്മിറ്റഡാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരു വ്യക്തിയും ഇതുപോലെ കടിച്ച് മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത്, ചൂട് കൂടുന്ന സമയത്ത് പാമ്പുകളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു 7 പോയിന്റ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല മരണങ്ങളും നമുക്ക് തടയാൻ പറ്റും. അതുപോലെ പാമ്പ് കടിച്ചാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം പാമ്പ് കടിച്ചാൽ ഉടനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിന് ആൻറ്റി സ്നേക്ക് വെനം കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ തിരിച്ചറിയാൻ വൈകി കഴിഞ്ഞാൽ മരണപ്പെടാം. അങ്ങനെ സംഭവിച്ചു. ഈ വ്യക്തി കുട്ടികളെ കടിച്ചത് പാമ്പാണെന്ന് അറിയാൻ വളരെയധികം വൈകി. അവർ വിചാരിച്ചു തലേദിവസം കുടിച്ച ജ്യൂസ് കാരണമാണ് വയറുവേദന വന്നു എന്നാണ് കരുതിയത്. പിന്നെയാണ് പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതൊരു കാരണവശാലും ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാം. അതുപോലെ പാമ്പ് കടിച്ചാൽ എന്താണ് ഉടനെ ചെയ്യേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇങ്ങനെ പാമ്പ് കടിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ചൂട് കൂടിയതുകൊണ്ട് അതിൻ്റെ മാളങ്ങളിലോ അതിൻ്റെ പൊത്തുകളിലോ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീട്, നമ്മുടെ ഫാനുണ്ട്, ചിലപ്പോൾ AC ഉണ്ട്, തണുപ്പുള്ളതുകൊണ്ട് ഇത് വീട്ടിനകത്തോട്ട് കയറും. എങ്ങനെയായിരിക്കും കയറുന്നത്? ജനാലയിലൂടെ കയറാം. അപ്പം ജനാലകൾ തുറന്നിടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നെറ്റ് അടിച്ചിടുക. നെറ്റ് അടിക്കാൻ വളരെ വലിയ പണമൊന്നും ആവില്ല. നെറ്റ് അടിക്കുന്നത് നല്ലതാണ്. കൊതുക് കയറില്ല, പല്ല് കയറില്ല, പല ജീവികളും കയറില്ല. ഒരു നെറ്റ് അടിച്ചിടുക. ഇനി പല വൃക്ഷങ്ങളും മരങ്ങളും ചെടികളും എല്ലാം ഈ വീട്ടിൻ്റെ അകത്തോട്ട് ചാഞ്ഞ് നിൽക്കും, അല്ലെങ്കിൽ വീട്ടിൻ്റെ സൈഡിലോട്ട് ചേർന്ന് നിൽക്കും. ഇതുവഴിയും ഈ പാമ്പുകൾ കയറാം. അങ്ങനെയാണ് മിക്ക വീടുകളിലും പാമ്പുകൾ കയറുന്നത്. 2ാമത്തെ നിലയിലും 3ാമത്തെ നിലയിലും ഒക്കെ പാമ്പ് കയറിയത് ഈ രീതിയിലാണ്. മരങ്ങളുടെ ചില്ലകളിലൂടെയും ഈ ചെടികൾ പടർന്ന് പിടിക്കും. ചിലപ്പോൾ ബൊഗൈൻവില്ലയൊക്കെ ഇങ്ങനെ പടർന്ന്, മണി പ്ലാന്റൊക്കെ ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 3ാമതായിട്ട് നമ്മുടെ ഈ ചെടിയുടെ നനവുണ്ടാവും. നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ഒഴിക്കും അല്ലേ? അപ്പോൾ ചെടിയൊക്കെ നനഞ്ഞടക്കും, അല്ലെങ്കിൽ ചെടിച്ചട്ടിയൊക്കെ നനഞ്ഞടക്കും. അപ്പോൾ ഇത് പാമ്പിന് റെസ്റ്റ് എടുക്കാൻ വളരെ ഒരു സന്തോഷമുള്ള സ്ഥലമാണ്. അവിടെ വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ചെടിയുടെ ഭാഗത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. പാമ്പ് ഉണ്ടാകുമെന്ന് കരുതണം. അതില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കൈകളൊക്കെ അവിടെ കൊണ്ടിടാവൂ. പാമ്പ് വിചാരിക്കുന്ന എന്നെ ആരോ ആക്രമിക്കാൻ പോകുമെന്ന് പറഞ്ഞ് അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് കടിക്കുന്നത്. അപ്പോഴാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൃത്തിയാണ്. നമ്മുടെ വീടിന് ചുറ്റും എപ്പോഴും വൃത്തിയായിരിക്കാൻ നോക്കുക. ചപ്പ് ചവറുകൾ ഇടാതിരിക്കാൻ നോക്കുക. കാരണം ചപ്പ് ചവറുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എലികൾ വരും. എലികളെ കഴിക്കാൻ വേണ്ടി പാമ്പ് വരും. ആ പാമ്പ് നമ്മുടെ വീട്ടിലോട്ട് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള ഹോളുകൾ ഉണ്ടെങ്കിലും, ഏതെങ്കിലും ദ്വാരങ്ങളൊക്കെ വീടുകളിലുണ്ടാവും. ആ വഴികളെല്ലാം പാമ്പ് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നെറ്റ് അടിക്കുന്നത് വളരെ നല്ലതാണ്. അത് പാമ്പ് മാത്രമല്ല, പല്ലിയാണെങ്കിലും ബാക്കി ജീവികളും ഒക്കെ കയറാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് അടിക്കുക. വായു കയറുകയും അതേ സമയത്ത് ഇഴജീവികളും അതുപോലെ ഇഴജന്തുക്കളും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ചില പൈപ്പുകളൊക്കെ വെളിയിലോട്ട് പോകുന്നുണ്ടാവും. ആ ഹോൾ വഴിയൊക്കെ ഇത് അകത്തോട്ട് കയറാം. അപ്പോൾ എന്തെങ്കിലും ഒരു പൈപ്പ് പുറത്തോട്ട് പോകുന്നുണ്ട്, ഇത് ഓപ്പണായിട്ട് ഇരിക്കുവാണെങ്കിൽ അവിടെ ഒരു നെറ്റ് അടിച്ചു കൊടുക്കുക. അതൊന്നും വലിയ പണം ചിലവില്ലാത്തൊരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ വിറക് സൂക്ഷിക്കുന്ന സ്ഥലം, അതുപോലെ ഈ ചകിരിയൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലം, ഇവിടെ എല്ലാം തണുപ്പുണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം ഈ എലികളും ഉണ്ടാവും, അതേസമയത്ത് പാമ്പുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നുള്ളത്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നമ്മൾ ബെഡാണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും പുതപ്പാണെങ്കിലും ഒന്ന് കുടഞ്ഞ് തട്ടി പാമ്പില്ല എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയാണ് ആ കുട്ടിക്ക് സംഭവിച്ചത്. തലയുടെ അടിയിലായിരുന്നു പാമ്പുണ്ടായിരുന്നത്. ആ 2 കുട്ടികൾ അറിഞ്ഞില്ല, അതിന് കടിക്കുകയും ആ ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഒന്ന് നോക്കി, എന്തുമാത്രം വളരെ ഒരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് ആ കുടുംബത്തിന് സംഭവിച്ചത്. അപ്പോൾ അത് ശരിക്കും ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെരുപ്പിടുന്നതിന് മുമ്പും ഷൂസ് ഇടുന്നതിന് മുമ്പും ഒന്ന് തട്ടുക. അതായത് ചെരുപ്പിൽ പിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഷൂസിൽ പിടിച്ചതിന് ശേഷം ഒന്ന് തട്ടുക. തട്ടിയതിന് ശേഷം മാത്രമേ ചെരുപ്പിടാവൂ. തേളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇഴജന്തുക്കളൊക്കെ എപ്പോഴും തണുപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നനവുള്ള സ്ഥലത്ത് പോയിരിക്കും. ഷൂസിലൊക്കെ ചിലപ്പോൾ വിയർപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് പോയി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 7 കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പല വീഡിയോസും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇനി പാമ്പ് കടിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ലക്ഷണം? കോമൺ ആയിട്ട് 3 തരത്തിലുള്ള പാമ്പുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈപ്പർ, അണലി എന്ന് പറയും.
അല്ലെങ്കിൽ നമ്മൾ കോബ്ര എന്ന് പറയുമ്പോൾ മൂർഖൻ, പിന്നെ അതുപോലെ നമ്മുടെ ശംഖുവരയനുണ്ട്, അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്നൊക്കെ വിളിക്കുന്ന ക്രേറ്റ്. ഈ ക്രേറ്റ് ആണ് ഈ കുട്ടിയെ കടിച്ചത്. ക്രേറ്റിനെ കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ന്യൂറോടോക്സിക് പോയിസൺ ആണ്, അതായത് ഞരമ്പുകളെ വീക്കാക്കുന്ന ഒരു പോയിസൺ സ്നേക്കാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രോഗിക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അറിയില്ല. വളരെ ചെറിയ പാമ്പായിരിക്കും, കടിച്ചു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോകും, കണ്ണ് തുറന്നു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടായിട്ട് നമ്മൾ കാണും, കണ്ണ് മഞ്ഞളിക്കും, അതുപോലെ ഓക്കാനം ഉണ്ടാവും, ശ്വാസമെടുക്കാനുള്ള തടസ്സം, അതുപോലെ റെസ്പിറേറ്ററി പാരലിസിലോട്ട് പോയാണ് രോഗി മരണപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, അമൃതയിൽ ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്ത് പണ്ട് ഞാൻ ഒരു കഥ പറഞ്ഞിരുന്നു. വളരെ പാടാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഹിസ്റ്ററി ക്ലിയർ അല്ലെങ്കിൽ, പാമ്പ് കടിച്ച ഒരു ഹിസ്റ്ററി ക്ലിയർ അല്ലെങ്കിൽ ഇത് കണ്ടെത്താൻ പ്രയാസമാണ്. അതുപോലെ ക്രേറ്റ് കടിക്കുന്ന സമയത്ത് അറിയില്ല ആ പാമ്പ് കടിച്ചാലും അവിടെ ഒരു നംനെസ് ഉണ്ടാവും, ആ ഒരു ഭാഗത്ത് വേദന ഉണ്ടാവില്ല. സാധാരണ വൈപ്പർ പോലുള്ള അണലി കടിച്ചു കഴിഞ്ഞാൽ അവിടെ വേദനയും നീരും നീല കളറിലൊക്കെ മാറും. പക്ഷെ ക്രേറ്റ് കടിച്ചു കഴിഞ്ഞാൽ, അതായത് ശംഖുവരയം കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു മരവിപ്പേ ഉണ്ടാവുള്ളൂ, കടിച്ചതായിട്ട് പോലും തോന്നില്ല. ആ ഭാഗത്ത് നിന്ന് ഈ സ്നേക്കിൻ്റെ വെനം ശരീരത്തിലോട്ട് കയറുകയും ഓരോ ഭാഗത്തിലും നമുക്ക് പാരാലിസിസ് ഉണ്ടാവും, അതായത് ഞരമ്പുകളിലുള്ള പാരാലിസിസ്. ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് തുറന്നു വയ്ക്കാൻ പറ്റില്ല, കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞു പോകും. ഇതിനെയാണ് നമ്മൾ കണ്ണിന് ടോസിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കണ്ണ് മഞ്ഞളിക്കുന്ന പോലെ തോന്നും, രണ്ടായിട്ട് കാണുന്ന പോലെ വ്യക്തിക്ക് തോന്നും. ശ്വാസം എടുക്കാൻ പ്രയാസം, ശ്വാസത്തിൻ്റെ സ്പീഡ് കുറയും. നമ്മൾ നോർമലി ഒരു 16 മുതൽ 20 പ്രാവശ്യമൊക്കെയാണ് ഒരു മുതിർന്ന ഒരു വ്യക്തി ശ്വാസം എടുക്കുന്നത് ഒരു മിനിറ്റിൽ. അതിന് പകരം അത് 14 കുറയും, 15 കുറയും. ഇത് കണ്ടെത്താനായിട്ട് സാധാരണ ഞങ്ങൾ പറയുന്നൊരു ടെക്നിക്കുണ്ട്. 1 മുതൽ 50 വരെ സ്പീഡിൽ ഒറ്റ ശ്വാസത്തിൽ എത്ര എണ്ണാൻ പറ്റുമെന്ന് പറയാനായിട്ട് പറയും. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പെട്ടെന്ന് പറയും. അങ്ങനെ ചിലപ്പോൾ ഒരു 30 വരെ പറ്റും, ചിലപ്പോൾ ഒരു 28 വരെ പറ്റും, നീ കരുതിക്കോ. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒന്നുകൂടെ എണ്ണാൻ പറയും. അപ്പോൾ ഈ സമയത്ത് ഈ പറയുന്ന ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് കുറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതുപോലുള്ള ഈ ശംഖുവരയം കടിച്ചതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കും. ഇതിനെ നമ്മൾ സിംഗിൾ ബ്രത്ത് കൗണ്ടിങ് ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ ER എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതുപോലെ വൈപ്പർ എന്ന് പറഞ്ഞാൽ അണലിയാണ്. ഇത് ശരിക്കും ബ്ലീഡിങ് പ്രോബ്ലം ഉണ്ടാവും. അപ്പം നമ്മുടെ മോണയിൽ നിന്ന് രക്തം വരും, നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ചതഞ്ഞ പോലെ കാണും, മൂത്രം ഒഴിക്കുമ്പോൾ രക്തം വരും. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ബ്ലീഡിങ് പ്രോബ്ലം ഉണ്ടാവുകയാണ്, രക്തസ്രാവം ഉണ്ടാവുകയാണ്. ഇത് പെട്ടെന്ന് തിരിച്ചറിയാം, കാരണം വേദന ഉണ്ടാവും, നീലിച്ച ഉണ്ടാവും, അതുപോലെ നീറ്റൽ ഒക്കെ ഉണ്ടാവും, നല്ല ശക്തമായ വേദന ഉണ്ടാവും. ആ ഭാഗത്ത് നീലക്കളറിലുണ്ടാവുകയും ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അണലിയാണ്. അങ്ങനെ അണലിയാണ് കടിച്ചെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ ചില സമയത്ത് അത് ഡ്രൈ ബൈറ്റും ആവാം. ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞാൽ വിഷമില്ലാത്ത സമയത്ത് കടിക്കുന്നതാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ബൈറ്റ് ആണെങ്കിൽ ശരിക്കും പേടിക്കണം. അപ്പം അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് WBCT, വോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം. അതായത് നമ്മളൊരു പ്ലെയിൻ ടെസ്റ്റ് ട്യൂബിൽ, വേറെ മരുന്നുകളൊന്നും ഇല്ലാതെ പ്ലെയിൻ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ബ്ലഡ് എടുത്തതിന് ശേഷം 20 മിനിറ്റ് അനക്കാതെ വയ്ക്കും. സാധാരണ ഒരു വ്യക്തിയിൽ അത് ക്ലോട്ടാവും. ഈ വൈപ്പർ കടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അണലി കടിച്ചിട്ടുള്ള വിഷമുള്ള അണലി ആയിരുന്നെങ്കിൽ ആ ഒരു ക്ലോട്ട് ആകില്ല. അപ്പോൾ നമുക്ക് സാധാരണ ബ്ലഡ് റിസൾട്ടൊക്കെ വരാൻ വളരെ താമസിക്കും. ഇപ്പോൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ടെക്നിക്കാണ് WBCT, വോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം ടെസ്റ്റ്. ഇത് വളരെ വേഗത്തിൽ ചെയ്തു നോക്കാം. ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് അണലിയാണോ എന്നുള്ള അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡ് ചെയ്യാം. എന്ത് ചെയ്യാം? 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ആ രോഗിയെ ശാന്തമാക്കുക. പേടിക്കേണ്ട, ആൻറ്റി സ്നേക്ക് വെനം ഉണ്ടെന്ന് നമ്മൾ പറയുകയും രോഗിയെ കിടത്തരുത്, എപ്പോഴും ഇരുത്തുകയും ചെയ്യാവും. കിടത്തിക്കഴിഞ്ഞാൽ മിക്കവാറും കാലിലാണ് കടിക്കുന്നത്. കിടത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ ഒരു പാമ്പ് കടിച്ച ആ ഒരു വെനം നമ്മുടെ ശരീരത്തിലോട്ട് എത്തും. അതുകൊണ്ട് ഇരുത്തിയാണ് കൊണ്ടുപോകേണ്ടത്. നമ്മൾ വാവാ സുരേഷിനെയൊക്കെ ശരിക്കും പാമ്പ് ഓടിച്ച സമയത്ത് കിടത്തിയാണ് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോകരുത്, ഇരുത്തി കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായിട്ട് രോഗിയോട് പറയണം, എന്ത്, ശാന്തമായിരിക്കുക, ആൻറ്റി സ്നേക്ക് വെനം ഉണ്ടെന്ന് പറയാം. ഇതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ ആ കടിച്ച ഭാഗം ഒന്ന് സോപ്പ് വെച്ച് കഴുകാം, പറ്റുമെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല. അടുത്ത് ചെയ്യേണ്ടത് 1 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് നമുക്കൊരു തുണി കൊണ്ട് ഇങ്ങനെ ചുറ്റി മുകളിൽ വരെ ചുറ്റാം. ശക്തമായി ചുറ്റരുത്. പണ്ടൊക്കെ വളരെ ശക്തമായിട്ട് ചണമൊക്കെ ഒഴിച്ച് കെട്ടിക്കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നാൽ ഈ ഭാഗത്തോട് രക്തഓട്ടം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ട് വിരലൊക്കെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരെ ശക്തമായിട്ട് കെട്ടരുത്, വളരെ ലൈറ്റായിട്ട് ലിംഫാറ്റിക് സർക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കാപ്പിലറി ബ്ലഡ് സർക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രം വളരെ ലൈറ്റായിട്ട് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കെട്ടാം. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു കാലോ ആണെങ്കിൽ കയ്യോ താഴ്ത്തി വയ്ക്കുക. ഹൃദയത്തിനെയും കാട്ടും താഴത്ത്. കാരണം മുകളിലോട്ട് വെച്ചാൽ വളരെ വേഗത്തിൽ ഹൃദയത്തിലോട്ട് എത്തും, താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെ എത്തും. അപ്പോൾ താഴോട്ട് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളെ ചെയ്യാവും.
ചെയ്യാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. വെള്ളം കൊടുക്കരുത്, ചിലപ്പോൾ അത് ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്, ശ്വാസകോശത്തിൽ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കടിച്ച് ആ വിഷം കളയാൻ അല്ലെങ്കിൽ വെനം കളയാനായിട്ട് ശ്രമിക്കരുത്, അത് തെറ്റാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ല. ചില കല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചില പച്ചില കൊണ്ടൊക്കെ അവിടെ കൊണ്ട് വയ്ക്കും. അതൊന്നും അപ്രൂവ് ആയിട്ടുള്ള സാധനമല്ല, തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ചില ആളുകൾ ബ്ലേഡ് കൊണ്ട് കീറി അത് വിഷം എടുക്കാനായിട്ട് നോക്കും, അതും തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും വെനം പുറത്തോട്ട് വരില്ല. സർപ്പ ആപ്പ് എന്നൊരു ആപ്പുണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ആക്ച്വലി ഒരു 10 വർഷം മുമ്പ് കേരളത്തിലുള്ള എല്ലാ ആൻറ്റി സ്നേക്ക് വെനമുള്ള ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റും മാതൃഭൂമിയും മാധ്യമവും എല്ലാം അത് പബ്ലിഷ് ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർപ്പ എന്നുള്ള ആപ്പാണ്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ അകത്ത് എല്ലാം അറിയാൻ പറ്റും. ഏത് ഹോസ്പിറ്റലാണ് ആൻറ്റി സ്നേക്ക് വെനം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് അറിയാൻ പറ്റും. നമുക്ക് അഥവാ പാമ്പ് വീട്ടിനകത്തുണ്ട് പിടിക്കണമെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള റെസ്ക്യൂർ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയുള്ളൊരു ആപ്പാണ് സർപ്പ ആപ്പ്. സ്നേക്ക് അവയർനെസ് ആൻഡ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് ഈ സർപ്പയുടെ ഫുൾ ഫോം. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ ഈ ഒരു നമ്പറോട് ഓർത്ത് വെച്ചോ, 047123200101. അത് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പറാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും ഓർത്ത് വയ്ക്കുക. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സർപ്പ ആപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തൊട്ടടുത്ത് തന്നെ അറിയാൻ പറ്റും. നമ്മളെ ഈ പാമ്പിനെ പിടിക്കാനായിട്ടുള്ള ആളുകളെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കിട്ടും. നമ്മളൊരു കാരണവശാലും പാമ്പിനെ പിടിക്കാനായിട്ട് പോലും പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. പാമ്പ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് മാത്രം ദൂരെ എന്ന് ശ്രദ്ധിക്കുക. പാമ്പിനെ പിടിക്കാൻ പോയിട്ട് കടി കിട്ടി ഒത്തിരി ആളുകൾ ഒരുമിച്ച് വന്നിട്ടുള്ള കഥകളുമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ കുട്ടിയെ കടിച്ച പാമ്പ് ചെറിയ പാമ്പാണ്. ആ ചെറിയ പാമ്പിന് പോലും 2-3 വ്യക്തികളെ കൊല്ലാനായിട്ടുള്ള വെനം അതിൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകളുടെയും ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തത്. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.